ചില പാരൻസ് നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന കാര്യമാണ്, എൻ്റെ കുട്ടി തന്നെ ഇരുന്ന് കളിക്കുള്ളൂ, കൂട്ടത്തിലിരുന്ന് കളിക്കാൻ ഇഷ്ടമില്ല. ഇന്ന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേ നോക്കിയാലോ. ഒന്നാമത്തെയാണ് അൺഒക്യുപ്പൈഡ് പ്ലേ. ഇതിലെന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് റാൻഡം മൂവ്മെൻറ്റ്സും കാര്യങ്ങളാണ് ഉണ്ടാവുക 0 to 3 months ഒക്കെ ഏജുള്ള കുട്ടികളുടെ. അടുത്തതാണ് സോളിറ്ററി പ്ലേ. ഇതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ, അതായത് തന്നെ ഇരുന്ന് കളിക്കാൻ മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ. ഇവർ മറ്റുള്ള ചുറ്റിനുള്ളതൊന്നും നോക്കുന്നുണ്ടാവില്ല, തന്നെ ഇരുന്ന് ഒരു പ്ലേ ചെയ്യുന്നതാണ്. ഗെയിമോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടോയ് ആയിട്ട് പ്രിട്ടൻഡ് പ്ലേ ഒക്കെ ചെയ്യുന്നതാണ് സോളിറ്ററി പ്ലേ എന്ന് പറയുന്നത്. അടുത്തതാണ് ഔട്ട്ലുക്കർ പ്ലേ. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾ കളിക്കുന്നത് പുറമേ നിന്ന് നോക്കി കാണുക എന്നുള്ളതാണ്. അവർ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഒബ്സർവേഷനിലൂടെ മാത്രം ലേൺ ചെയ്യും. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എങ്ങനെയാണ് കളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും, പറയലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവർ ആ പ്ലേയിൽ ഇൻവോൾവ് ആയിരിക്കില്ല, പുറത്തു നിന്ന് മറ്റു കുട്ടികൾ കളിക്കുന്നത് കാണുക മാത്രമാണ് ചെയ്യുക. അടുത്തതാണ് പാരലൽ പ്ലേ. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സെയിം ഒബ്ജക്റ്റ് കൊണ്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക, പക്ഷേ ഇവർ ഒന്നിച്ചിരുന്ന് കളിക്കില്ല, അപ്പുറത്തിരുന്നിട്ട് സെയിം സാധനം കൊണ്ട് തന്നെ കളിക്കുന്നുണ്ടായിരിക്കാം. അടുത്തതാണ് അസോസിയേറ്റീവ് പ്ലേ. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഷെയർ ചെയ്യാൻ തുടങ്ങും, ടോയ്സൊക്കെ ഷെയർ ചെയ്ത് കളിക്കാനൊക്കെ ആയിട്ട് തുടങ്ങും, അങ്ങനത്തെ ഉണ്ടാകുന്നത് ഇതിലായിരിക്കും. അടുത്തതാണ് ലാസ്റ്റതാണ് കോപ്പറേറ്റീവ് പ്ലേ. ഇതിലാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് കളിക്കുക, നമ്മൾ ഒളിച്ച് കളി അങ്ങനത്തെ കളികളൊക്കെ കളിക്കില്ലേ കൂട്ടുകാരൊക്കെ ആയിട്ട്, ഇതൊക്കെയാണ് നമ്മളുടെ കോപ്പറേറ്റീവ് പ്ലേ. ഇപ്പം ഞാൻ പറഞ്ഞതിൽ കോപ്പറേറ്റീവ് പ്ലേയും അതുപോലെ അസോസിയേറ്റ് പ്ലേയും തമ്മിലൊരു സിമിലാരിറ്റി തോന്നും. പക്ഷേ അസോസിയേറ്റീവ് പ്ലേയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റൂളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, അവർ ജസ്റ്റ് ഷെയർ ചെയ്ത് കളിക്കുക അങ്ങനെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ കോപ്പറേറ്റീവ് പ്ലേയിലേക്ക് വരുമ്പോൾ അതിൽ സെറ്റ് ഓഫ് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ ചെയ്യുന്ന കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന പ്ലേ ഏതാണെന്നൊക്കെ പറയാം, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Pick out your mind. Tata.